ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ? അതിലുൾപ്പെട്ട യുവതി പരിക്കുകളോടെ ആശുപത്രിയിൽ. ഭർത്താവ് രാഹുൽ വീട്ടിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് യുവതി ആശുപത്രിയിൽ നൽകിയ മൊഴി. പരാതിയില്ലെന്നും രക്ഷിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിക്കണമെന്നും യുവതി പന്തീരാങ്കാവ് പോലീസിനോട് ആവശ്യപ്പെട്ടു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഭർത്താവ് രാഹുൽ പി ഗോപാലിനെ പന്തീരാങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് ഒരിക്കൽ വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. പിന്നീട് എല്ലാവരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് പരാതി പിൻവലിക്കുകയോ ഈ ഭർത്താവിനൊപ്പം പോവുകയോ ഒക്കെയാണ് ഈ പെൺകുട്ടി ചെയ്തത്. ഇപ്പോഴിതാ വീണ്ടും ഗാർഹിക പീഡനം ഉണ്ടായിരിക്കുന്നു. പോലീസിൽ അത്തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? ഗുഡ് മോർണിംഗ്. ഒരുപാട് ചർച്ചയായതാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി പന്തീരാങ്കാവ് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ, മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും കേസിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് വിദേശത്തേക്ക് പോയ രാഹുലിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ബ്ലൂ കോർണർ നോട്ടീസൊക്കെ പോലീസ് പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതിനിടെയാണ് ഹൈക്കോടതിയിൽ കേസ് വരുന്നതും തനിക്ക് പരാതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി യുവതി മുന്നോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഹൈക്കോടതി ആഴ്ചകൾക്ക് മുൻപ് കേസ് റദ്ദാക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ അതിനുശേഷം ഇരുവരും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു പന്തീരാങ്കാവിലുള്ള വീട്ടിൽ. വീണ്ടും തന്നെ മർദ്ദിച്ചു എന്നൊരു ആരോപണമാണ് യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭർത്താവിൻ്റെ അമ്മയും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ വെച്ച് രാഹുൽ മർദ്ദിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. കണ്ണിനും ചുണ്ടിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, ചുണ്ടിന് മുറിവൊക്കെയുണ്ട്. ആശുപത്രിയിൽ ഈ വിധത്തിലാണ് മൊഴി നൽകിയത്. തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തിയ സമയത്ത് പക്ഷേ യുവതി വ്യത്യസ്തമായി മൊഴി നൽകുകയാണ് ഉണ്ടായത്. തനിക്ക് പരാതിയില്ല എന്നാണ് പറഞ്ഞത്. കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവരുടെ കൂടെ പോകാൻ അനുവദിച്ചാൽ മതി എന്നാണ് യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടത്. തനിക്ക് പരാതിയില്ല. ഇതിനിടയ്ക്ക് രാഹുൽ, ഈ ജോലി സ്ഥലത്ത് നിന്ന് ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നോ അങ്ങനെയോ മറ്റോ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ? പെൺകുട്ടിയെ കാണുന്നില്ല, മാതാപിതാക്കൾക്കൊപ്പം പോയില്ല, അങ്ങനെയും ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ആദ്യ കേസ് നടക്കുന്ന സമയത്തായിരുന്നു. അതായത് പെൺകുട്ടി ഈ വിധത്തിൽ കേസ് കത്തി നിൽക്കുന്ന സമയത്ത് ഈ യുവതിയുടെ യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ വരികയാണ് ഉണ്ടായത്. അത് തനിക്ക് പരാതിയില്ല, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയത് എന്ന ഉള്ളടക്കത്തോടു കൂടിയുള്ള ഒരു വീഡിയോ. ആ സമയത്താണ് രക്ഷിതാക്കൾ യുവതിയെ കാണാനില്ല, വീട്ടിലൊന്നും ഇല്ല, ജോലിക്ക് പോയി പിന്നീട് കണ്ടെത്താനായില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നത്. അതൊക്കെ ഒരു അടഞ്ഞ അധ്യായം കൂടിയായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം തനിക്ക് പരാതിയില്ല എന്ന് രേഖാമൂലം തന്നെ പോലീസിൽ എഴുതി നൽകിയാണ് ഉണ്ടായത്. പക്ഷേ പോലീസ് ഒരു കരുതൽ തടങ്കൽ എന്ന രീതിയിൽ ഭർത്താവിനെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. യുവതിയുടെ രക്ഷിതാക്കൾ കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഇവർ പരാതി നൽകുകയാണെങ്കിൽ ബാക്കി നടപടികൾ സ്വീകരിക്കുമെന്നാണ് പന്തീരാങ്കാവ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ വലിയ രീതിയിൽ ചർച്ചയാവുകയും പോലീസുകാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നതുകൊണ്ട് ഏറെ കരുതലോടുകൂടിയാണ് പോലീസ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. ശരി രാഹുൽ, വളരെ വിവാദമായൊരു കേസായിരുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. അതിലാണ് ഇപ്പോൾ ഇതാ പെൺകുട്ടി വീണ്ടും ശാരീരിക പീഡനങ്ങളേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പക്ഷേ പരാതി ഇല്ല എന്നാണ് പെൺകുട്ടി വീണ്ടും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്.